നമസ്കാരം. 4 പതിറ്റാണ്ടിന്റെ ഇടവേളയ്ക്ക് ശേഷം 2 ദിവസത്തെ സന്ദർശനത്തിനായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുവൈറ്റിലേക്ക് എത്തിയത്. 1981 ഇന്ദിരാഗാന്ധിയാണ് ഇതിനു മുൻപ് കുവൈറ്റ് സന്ദർശിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി. 1961 ഇന്ത്യ കുവൈറ്റുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ചതു മുതൽ ഇരു രാജ്യങ്ങളും വളരെ അടുത്തതും സൗഹൃദപരവുമായ ബന്ധം തുടരുകയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നു. ഇന്ത്യയുടെ മുൻനിര വ്യാപാര പങ്കാളികളിൽ ഒന്നാണ് കുവൈറ്റ്. 2023-24 സാമ്പത്തിക വർഷത്തിൽ ഇരു രാജ്യങ്ങൾക്കുമിടയിലെ വ്യാപാരം $10.47 ബില്യൺ എന്ന റെക്കോർഡ് ഉയരത്തിലേക്ക് എത്തി. 2022-23 2023-24 ഇടയിൽ കുവൈറ്റിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതി 34% വർദ്ധിച്ച് $1.56 ബില്യൺ നിന്ന് $2.1 ബില്യൺ. ഈ കാലയളവിൽ കുവൈറ്റ് ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി ഇന്ത്യയിൽ നടത്തിയ നിക്ഷേപം $10 ബില്യൺ. കുവൈറ്റിൽ 10 ലക്ഷത്തിലധികം ഇന്ത്യക്കാർ താമസിക്കുന്നുണ്ട്. കുവൈറ്റിലെ ഏറ്റവും വലിയ പ്രവാസി സമൂഹവും ഇന്ത്യൻ ജനതയാണ്. ഒരു കാലത്ത് ഇന്ത്യൻ രൂപയ്ക്ക് നിയമ പിൻബലം ഉണ്ടായിരുന്ന രാജ്യം കൂടിയാണ് കുവൈറ്റ്. കുവൈറ്റുമായുള്ള ഇന്ത്യയുടെ ബന്ധത്തിന്റെ ആഴം വ്യക്തമാക്കുന്ന ചില കണക്കുകൾ പറയാം. ലോകത്ത് അതിവേഗം വളരുന്ന അല്ലെങ്കിൽ വളരാൻ ശേഷിയുള്ള രാജ്യമായ ഇന്ത്യയുമായി അടുത്ത സൗഹൃദം മോഹിക്കുന്ന രാജ്യമാണ് കുവൈറ്റ്. യഥേഷ്ടം എണ്ണ വാതക വിഭവമുള്ള കുവൈറ്റുമായി അടുത്ത നിൽക്കണമെന്ന് ഇന്ത്യയും ആഗ്രഹിക്കുന്നു. പ്രതിരോധം, വ്യാപാരം, സുരക്ഷ തുടങ്ങിയ മേഖലകളിൽ കുവൈറ്റുമായി കൂടുതൽ സഹകരണം വേണമെന്ന ആവശ്യം കൂടിയുണ്ട് മോദിയുടെ സന്ദർശനത്തിന്. ഇന്ത്യയും കുവൈറ്റും തമ്മിലുള്ള പ്രതിവർഷ വ്യാപാരം $1047 കോടി. 2000 കോടി വസ്തുക്കൾ ഇന്ത്യ കുവൈറ്റിലേക്ക് ഓരോ വർഷവും കയറ്റി അയക്കുന്നുണ്ട്. കയറ്റുമതി വർദ്ധിക്കണമെന്ന് ഇന്ത്യ ആഗ്രഹിക്കുന്നു. ഇന്ത്യൻ പ്രവാസികൾ ഓരോ വർഷവും $300 കോടി രൂപ ഇന്ത്യയിലേക്ക് അയക്കുന്നുണ്ട്. ഇത് ഇന്ത്യൻ സാമ്പത്തിക ഭദ്രതയ്ക്ക് നിർണായകവുമാണ്. വിദേശ രാജ്യങ്ങളിൽ കുവൈറ്റ് ഭരണകൂടം നിക്ഷേപം നടത്തുന്നത് കുവൈറ്റ് ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി വഴിയാണ്. ഇന്ത്യയിൽ $1000 കോടി നിക്ഷേപിച്ചിട്ടുണ്ട് കുവൈറ്റ് ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി. എഞ്ചിനീയേഴ്സ് ഇന്ത്യ, ആക്സിസ് ബാങ്ക് എന്നിവയെല്ലാം കുവൈറ്റിന്റെ നിക്ഷേപമുണ്ട്. പുതിയ നിക്ഷേപം ക്ഷണിക്കുക എന്നതും മോദിയുടെ സന്ദർശന ലക്ഷ്യമാണ്. കുവൈറ്റിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഇന്ത്യയും പങ്കാളിയാണ്. ഇന്ത്യയുടെ UPI സംവിധാനം UAE ഉൾപ്പെടെയുള്ള ഒട്ടേറെ രാജ്യങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. കുവൈറ്റും ഇതിൽ വൈകാതെ ഭാഗമായേക്കും. ഇന്ത്യയുടെ ഡിജിറ്റൽ വളർച്ച കുവൈറ്റിനെയും ആകർഷിപ്പിച്ചിട്ടുണ്ട്. ആവശ്യമുള്ള ക്രൂഡ് ഓയിലിന്റെ 3% ഇന്ത്യ വാങ്ങുന്നത് കുവൈറ്റിൽ നിന്നാണ്. ഇനിയും വില കുറച്ച് നൽകാൻ ഇന്ത്യ ആവശ്യപ്പെടുന്നുമുണ്ട്. സൈനിക സഹകരണത്തിന് പാകിസ്ഥാനെ കൂടുതൽ ആശ്രയിക്കുന്നതാണ് കുവൈറ്റിന്റെ പതിവ്. എന്നാൽ ഇന്ത്യയുമായുള്ള സൈനിക സഹകരണത്തിന് കുവൈറ്റ് തയ്യാറായാൽ അത് മറ്റൊരു നേട്ടമാകും. മറ്റു പല GCC രാജ്യങ്ങളും ഇന്ത്യയുമായി സൈനികമായി സഹകരിക്കുന്നുണ്ട്. ഇന്ത്യയുടെ ആയുധങ്ങൾ കുവൈറ്റ് വാങ്ങുമോ എന്നും കണ്ടറിയണം. GCC അധ്യക്ഷ പദവി നിലവിൽ കുവൈറ്റാണ് അലങ്കരിക്കുന്നത്. GCC രാജ്യങ്ങളുമായി സ്വതന്ത്ര വ്യാപാര കരാർ ഇന്ത്യ ലക്ഷ്യമിടുന്നുണ്ട്. നിലവിൽ UAE മാത്രമാണ് കരാറായിട്ടുള്ളത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.